ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. തൊട്ടടുത്ത സിനിമയിൽ തന്നെ തിരിച്ചുപോയി. സർവ്വമായിരുന്ന സൂപ്പർ ഹിറ്റിന് ശേഷം നിവിൻ പോളി സിനിമയാണ് ബേബി ഗേൾ. ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് എല്ലാവരും തിയേറ്ററിൽ പോയത്. കാരണം അത്ര നല്ലതായിരുന്നു, ക്രൂവും അത്ര നല്ല ഹൈപ്പിലാണ് നിവിൻ പോളി നിന്നത്. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. 150 കോടി കളക്ട് ചെയ്ത സർവ്വമായതിനു ശേഷം വന്ന ബേബി ഗേൾ 5 കോടി പോലും ടോട്ടൽ കളക്ഷൻ നേടാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഈ സിനിമ പരാജയപ്പെട്ടത്? എന്താണ് ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്തത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രില്ലർ സിനിമ എന്ന ലേബലിലാണ് ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. ആൾക്കാരെല്ലാം പോയതും ഒരു ത്രില്ലർ സിനിമ കാണാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഒരു സീറ്റഡ് ത്രില്ലർ പ്രതീക്ഷ പോയ ആൾക്കാർക്ക് കിട്ടിയത് പാതി ബന്ധ ഒരു ത്രില്ലറായിരുന്നു. ഒട്ടും തന്നെ എൻഗേജ് ചെയ്യിക്കാത്ത, ഒട്ടും തന്നെ ഗ്രിപ്പിംഗ് ഇല്ലാത്ത ഒരു സ്ക്രീൻ പ്ലേ. അതുപോലെ തന്നെ വളരെ തണുപ്പനായ, ഒരു എൻഗേജ്മെന്റും ഇല്ലാത്ത, കാണുന്നവർക്ക് ഒരു ഇമ്പാക്റ്റും കൊടുക്കാത്ത ഒരു തണുപ്പൻ ഇൻവെസ്റ്റിഗേഷൻ. സാധാരണ ത്രില്ലർ സിനിമകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആ സിനിമ പോകുന്ന ആ ഒരു സ്റ്റോറി ലൈൻ ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. സിനിമ ഒരു വഴിക്ക്, കാണുന്നവർ വേറൊരു വഴിക്ക്, ക്യാരക്ടേഴ്സ് വേറൊരു വഴിക്ക്. അങ്ങനെ വരുമ്പോൾ ഒട്ടും തന്നെ ആൾക്കാർക്ക് ഒരു ഗ്രിപ്പിംഗ് പ്രസൻസ് ഈ സിനിമയിൽ ഒരിടത്തും തോന്നിയില്ല. ആൻഡ് ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോൾ വളരെ മെലോ ഡ്രമാറ്റിക്, നമ്മൾ കണ്ട് പഴയ TV സീരിയലിലേക്ക് ലെവലിലാണ് അതിന്റെ ക്ലൈമാക്സ് വന്നേക്കുന്നത്. അതും ഓഡിയൻസ് ഒട്ടും തന്നെ ദഹിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിവിൻ പോളിയെ പോലൊരു സ്റ്റാറിനെ കൈ കിട്ടിയിട്ട് വേണ്ട രീതിയിൽ ഒരു സ്ഥലത്തും ഉപയോഗിച്ചിട്ടില്ല. പുള്ളിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ സിനിമയിൽ ചെയ്യാനില്ല. പുള്ളി ഇല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം പുള്ളിയുടെ സ്ഥാനത്ത് നമ്മൾ വേറെ ഏതൊരു നോർമൽ ഒരു സാധാ ചെറിയ ആക്ടറിനെ പ്ലേസ് ചെയ്താൽ പോലും ഓക്കെയാണ്. കാരണം നിവിൻ പോളിയുടേതായിട്ടുള്ള ഒന്നും തന്നെ ഈ ക്യാരക്ടറിന് കൊടുക്കാനില്ല, പുള്ളി ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നിവിൻ പോളി സിനിമ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ സമീപിക്കാനും പറ്റില്ല. നമ്മൾ ഇതുവരെ കാണാത്ത വളരെ പുതിയ സ്റ്റോറി ലൈനൊന്നുമല്ല. ഒരു ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഒരു കുട്ടിയെ കാണാതാവുന്നു, ആൻഡ് നമ്മുടെ മെയിൻ നായകൻ സസ്പെക്ട് ആവുന്നു. പോലീസുകാരൊക്കെ മുന്നകളാണ്, പോലീസുകാർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നായകൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. സ്ഥിരം ക്ലീശ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും പോലീസുകാരന്മാരെ പൊട്ടന്മാരാക്കിക്കും, പക്ഷെ ഇത്രമാത്രം പൊട്ടന്മാരാക്കരുത്. ആൻഡ് ഇമോഷണൽ കണക്ഷൻ ഒരു സ്ഥലത്തുണ്ടായിരുന്നില്ല. ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ് വരുന്ന സിനിമകളൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണക്ട് ആവുന്നത് ആ ഒരു ക്യാരക്ടറായിട്ടും ആൾക്കാർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ ഒരു ക്യാരക്ടറായിട്ടും പ്രത്യേകിച്ച് ഒരു കണക്ഷനും നമുക്ക് തോന്നില്ല. ലീഡ് ക്യാരക്ടറായിട്ടും തോന്നില്ല, വില്ലന്മാരായിട്ടും തോന്നില്ല, സബ് ക്യാരക്ടേഴ്സായിട്ടും തോന്നില്ല. ആരോടും ഒരു ഇമോഷണൽ കണക്ഷനും നമുക്ക് തോന്നില്ല. അവരുടെയൊക്കെ ക്യാരക്ടർ മെയിൻ ആയിട്ട് റിവീൽ ചെയ്തിട്ട് പോലുമില്ല. പല ക്യാരക്ടേഴ്സിനും ഡെവലപ്മെന്റ് പോലുമില്ല. എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ വന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു ക്യാരക്ടേഴ്സിനും വ്യക്തമായിട്ടുള്ള മോട്ടീവോ വ്യക്തമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ആൾക്കാരിൽ ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഡേയിൽ ഒരു മിക്സഡ് റിവ്യൂ കിട്ടി, സെക്കൻഡ് ഡേ തൊട്ട് ഫുള്ള് നെഗറ്റീവ് റിവ്യൂ. അതുകൊണ്ട് തന്നെ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്ന സംഭവം ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഏതൊക്കെ സിനിമകൾ വമ്പം വിജയമായിട്ടുണ്ടോ അവിടെയൊക്കെ വേർഡ് ഓഫ് മൗത്ത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾ കണ്ട അടുത്താളോട് പറയുന്നു നല്ല സിനിമയാണ്, അയാൾ അടുത്താളോട് പറയുന്നു, അങ്ങനെ ഒരുപാട് പേരിലേക്ക് എത്തി ഈ സിനിമ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നു. പക്ഷെ ഇവിടെ ഈ സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ ഒരിടത്തും ഉണ്ടായിട്ടില്ല. കാരണം കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫോർ എക്സാമ്പിൾ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഞാൻ ഉറങ്ങിപ്പോയി. അത്ര ലേസി ആയിട്ടാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്, അത്ര ലേസി ആയിട്ടാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് എൻഗേജ് ചെയ്ത് കാണാനൊന്നും പറ്റില്ല. ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചോടിച്ചാണ് കണ്ടത്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ക്ലൈമാക്സ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സീരിയലുകളെ തോപ്പിക്കുന്ന തരത്തിലുള്ള മെലോ ഡ്രാമയാണ് കയറ്റി വെച്ചേക്കുന്നത്. ആൻഡ് എന്തൊക്കെ ഇമോഷൻസ് അവിടെ കൊണ്ടുവരാൻ നോക്കി. പക്ഷെ പെട്ടെന്നൊരു ക്യാരക്ടറെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇത്ര ഇമോഷൻസ്, അവർക്ക് ഇത്രയും ഫ്ലാഷ് ബാക്ക്, അവർക്ക് ഇത്രയും കഥകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും റിലേറ്റ് ആവില്ല. അവർക്ക് ആ ഒരു സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹിന്റ് ആ ക്യാരക്ടേഴ്സിന് കൊടുക്കണം. പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് സംഭവം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആൻഡ് സിനിമ സ്റ്റാർട്ടിംഗ് ടു എൻഡ് ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു സിനിമ തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു, തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഗ്രിപ്പിംഗ് നിലനിർത്താൻ ഒരു സ്ഥലത്തും കഴിഞ്ഞില്ല. സിനിമയുടെ പാട്ടിന് ക്യാരക്ടേഴ്സിന്റെ പാട്ടിന് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു സ്ഥലത്തും ഓഡിയൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യം, അതാണ് ഒരു ത്രില്ലറിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. നമ്മൾ എങ്ങനെയൊക്കെ പ്രഡിക്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് സിനിമ പോകുന്നത്. വളരെ മോശം സിനിമയാണ് ബേബി ഗേൾ എന്ന് ഞാൻ പറയുന്നില്ല. വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു, അതിലും പൊട്ടൻഷ്യൽസ് ഉള്ള ക്രൂവും കാസ്റ്റ് മെമ്പേഴ്സും ആയിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വളരെ നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ കണക്ഷൻ ആൾക്കാർക്ക് ആ സിനിമയോട് ഉണ്ടായാനെ, ഇതിൽ കൂടുതൽ അക്സെപ്റ്റൻസും ഇതിൽ കൂടുതൽ വിജയവും ആ സിനിമയ്ക്ക് കിട്ടിയാൻ വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ത്രെഡ് ആയിരുന്നു സിനിമയ്ക്കുള്ളത്. പക്ഷെ അതിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ കുത്തിക്കയറ്റി ഈ സിനിമ വളരെ ഫ്ലാറ്റ് ആക്കി കളഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും സ്ക്രീൻ പ്രസൻസ് ഇല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും മെൻഷൻ ഇല്ല. പക്ഷെ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലാത്ത ഈ സാധനം ഇല്ലെങ്കിലും സിനിമയ്ക്കും കഥയ്ക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ള സംഭവങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസും ഒരുപാട് സ്ക്രീൻ പ്രസൻസും. ഇത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് നേരിട്ട് ആ ഒരു പരാജയത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊരിക്കലും ശരിയാവണമെന്നില്ല. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നും ഈ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.